രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. പ്രിയരെ, പുത്രകാമേഷ്ടി യാഗം നടത്താനായിക്കൊണ്ടുള്ള യജ്ഞശാല വളരെ വിപുലമായി സജ്ജീകരിച്ച് ആ യജ്ഞശാലയിലേക്കുള്ള യജ്ഞം നടത്തുന്ന യജമാനനായ ദശരഥൻ്റെ പത്നി സമേതമായ ആ പ്രവേശമാണ് പറഞ്ഞു വെച്ചത്. ദശരഥൻ മാത്രമല്ല, വളരെയധികം വിശിഷ്ട വ്യക്തികൾ വന്നു ചേർന്നിട്ടുള്ള അതിഥികളോട് സമേതനായിട്ടൊന്നിച്ച് ഓരോരുത്തരായിട്ട് യജ്ഞശാലയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞു വെച്ചത്. സരയൂ നദിയുടെ വടക്കുഭാഗത്ത് സജ്ജീകരിക്കപ്പെട്ട യജ്ഞശാല, അതിൻ്റെ ഒരുക്കങ്ങൾ ഒരു കൊല്ലം നീണ്ടു നിന്നു എന്നാണ് പറയണം. ഒറ്റ കൊല്ലം ഒരുക്കേ. അപ്പോൾ എന്തായിരിക്കും കഥ? അത്രയധികമുള്ള സജ്ജീകരണങ്ങൾ വേണ്ടി ഒരു കൊല്ലം തോളം കഴിഞ്ഞിട്ടാണ് എന്തുണ്ടായത്? പുറത്തേക്ക് അഴിച്ചു വിട്ടതായിരിക്കുന്ന ഈ ആകാശവും തിരിച്ചെത്തിയത്. ഈ കുതിരയെ ഒരു കൊല്ലത്തോളം ചുറ്റിക്കറങ്ങി തിരിച്ചു വരണം എന്നാണ് അതിൻ്റെ ഒരു പതിവ്. അങ്ങനെയാണ്. ഒരു വർഷം കഴിഞ്ഞു, കുതിര തിരിച്ചെത്തി. ഇനി എന്താണ്? യജ്ഞം ആരംഭിക്കണം. അപ്പോൾ ഈ പുത്രകാമേഷ്ടിയുടെ മുമ്പ് അശ്വമേധം നടത്തിയിട്ട് പുത്രകാമേഷ്ടി നടത്തുക, അങ്ങനെയാണ് അതിൻ്റെ ഒരു ചടങ്ങ്. ആദ്യം ഇപ്പം എന്താ വേണ്ടത്? അശ്വമേധം നടത്തണം. ആ അശ്വമേധത്തിന് ശേഷം പുത്രകാമേഷ്ടി എന്ന ക്രമത്തിലാണ് യജ്ഞം നടത്തേണ്ടത്. ഇപ്പോൾ ഋത്തിക്കുകൾ, അതായത് ആചാര്യന്മാർ, കർമ്മമൊക്കെ ചെയ്യാനുള്ളവരെയാണ് ഋത്തിക്കുകൾ എന്ന് പറയുന്നത്. അവർ യഥാവിധി വേണ്ടതായിട്ടുള്ള ന്യാസം ഒക്കെ ശാസ്ത്രപ്രകാരം പതിവ് പ്രകാരം തെറ്റിക്കാതെ എല്ലാം ചെയ്തു. യജ്ഞത്തിലത്തെ ചില കർമ്മങ്ങളായിരിക്കുന്ന പ്രവർഗ്യം, ഉപസദം, അതുപോലെ തന്നെ യാഗദേവതകൾക്ക് പൂജ കൊടുക്കുക, അങ്ങനെയൊക്കെയുണ്ട്. അതിൽ ആവാഹിക്കപ്പെട്ട ദേവതകൾക്ക് പൂജകൾ കൊടുക്കുക, ഇതെല്ലാം ആരംഭിച്ചു. ഇന്ദ്രന് സോമലത കൊണ്ടുള്ള നിവേദ്യം, അതുപോലെ തന്നെ മധ്യാഹ്ന സവനം, പിന്നെ മൂന്നാമതൊരു സവനം, ഇങ്ങനെ 2-3 സവനങ്ങളായിട്ടൊക്കെയാണ് കൊടുക്കുക. എന്താ വെച്ചാൽ ഈ കുറച്ച് സേവിക്കുക, അത് പണ്ടും ഉണ്ട് എന്നാണ്. എല്ലാവർക്കും ലോകത്തിലോടത്തോളം ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഗ്രേഡുകൾ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. ദേവന്മാർ സോമരസമാണ് അത്രേ, ലേശം ഇങ്ങനെ കഴിക്കണം തോന്നിയാൽ കഴിക്കുക. അതുകൊണ്ട് ശരീരത്തിന് കേടൊന്നുമില്ല കേട്ടോ. ആൽക്കഹോളിക് ലിക്കേഴ്സിനെ പോലെ കേടുള്ളതല്ല. എന്നാൽ അത്യാവശ്യം ഫിറ്റാവുക, ചെറിയ തോതിലുള്ള ഫിറ്റാവലൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഈ സോമലതയ്ക്കുള്ള പ്രത്യേകത. ആവശ്യം നടക്കുകയും ചെയ്യും, ശരീരത്തെ കേടുവരുത്തൂല്ല. അസുരന്മാർക്ക് മിനുങ്ങണമെന്ന് തോന്നിയാലോ സുര എന്ന് പറഞ്ഞിട്ടുള്ള മദ്യമാണ് കഴിക്കുക. ഇങ്ങനെയൊക്കെ ചില പതിവ് പണ്ട്. ഈ സോമലത ഉത്തമമായിട്ടുള്ള മദ്യമാണ്. അതാണ് മദ്യം പണ്ടും ഉണ്ട്. ഏതായാലും ആ സോമലത ഒക്കെ ഇന്ദ്രനെ സമർപ്പിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള സവനങ്ങൾ, പ്രഭാത സവനം, മധ്യാഹ്ന സവനം മുതലായിട്ടതൊക്കെ നടത്തി. മൂന്നാമത്തെ സവനമാണ് ആവാഹനം. അപ്പം അതിൽ വേണ്ടതായിട്ടുള്ള ദേവന്മാരെ ആവാഹിക്കുകയാണ്. ആ കർമ്മങ്ങൾ ഒരു പുറത്തു കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്ത് യജ്ഞത്തിനുള്ള അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴും ഉണ്ടാവില്ലേ? സത്രമാണെങ്കിലും ഒരു പുറത്ത് പ്രഭാഷണം ഉണ്ടാവും, ഒരു പുറത്ത് അന്നദാനം ഉണ്ടാവും. അത് കഴിക്കലും പ്രസംഗവും ഒരേ സമയത്ത് നടക്കും. കാണേണ്ടവർക്ക് കാണാൻ, കഴിക്കേണ്ടവർക്ക് കഴിക്കാം. അങ്ങനെ സത്രമായുള്ളൊരു വ്യത്യാസം. സപ്താഹ യജ്ഞത്തിൽ പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടില്ല തോന്നുന്നുണ്ട് ഇതുവരെ, അല്ലേ? വായന കഴിഞ്ഞിട്ടേ ചോറ് കൊടുക്കൂ, നിർബന്ധമാണ്. അല്ലച്ചാൽ എല്ലാവരും കുറേ ഊണ് വയ്ക്കും, കുറേ വാഹനങ്ങളുടെ അടുത്തുണ്ടാവും, ആകെ ബഹളാവും. ശരിക്കും എന്താ ശരി ചോദിച്ചാൽ വായന കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ ഇവിടെ അതൊക്കെ അത് സപ്താഹത്തിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ കേട്ടോ. ഒന്ന് കഴിഞ്ഞിട്ടേ പാടൂന്ന്. മറ്റു സത്രങ്ങളിലൊക്കെ ഒരേ സമയത്ത് ഉണ്ണേണ്ടവർക്ക് ഉണ്ണാം, അതിന് വിരോധമൊന്നുമില്ല. കർമ്മം ഇവിടെ നടക്കേണ്ട പാട്ടിൽ നടക്കും. ഊണയൊക്കെ ശാപ്പാട് വേണ്ടവർക്ക് ശാപ്പാടും കഴിക്കാം. അതിതാ
ഇവിടെ ചില ഭാഗത്ത് കേമമായിട്ട് ഇങ്ങനെ നടന്നുണ്ട്. അതൊക്കെ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ്, മംഗളങ്ങളായിട്ടുള്ള ഭക്ഷണം അല്ലേ. നോൺ വെജിറ്റേറിയനോ അമേദ്യ കഴിക്കാൻ പാടാത്തതായിട്ടുള്ള ഭക്ഷണം ഒന്നുമില്ല. ഉത്തമമായിട്ടുള്ള ഭക്ഷണം, കേടുവരാത്തതായിട്ടുള്ള ഭക്ഷണം, നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം ഇഷ്ടം പോലെ സമൃദ്ധമായിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുകയാണ്. ഈ അന്നം മാത്രമാണോ? അല്ല, വസ്ത്രം ധാരാളം നൽകണം. ശരദൻ ആജ്ഞാപിച്ചു, വസ്ത്രവും കൊടുത്തോളിൻ, ഊണ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ഓണപ്പട ഇതായിരിക്കട്ടെ എന്നും പറഞ്ഞ് വിശിഷ്ടാതിഥികൾക്ക്, ബ്രാഹ്മണർക്ക്, വേദപാരായണന്മാർക്ക് വസ്ത്രം കൊടുക്കണം. അന്നത്തിൻ്റെ കൂടെ ഓണപ്പട വസ്ത്രമായിട്ട് കൊടുക്കുക. അങ്ങനെ അന്നം ധാരാളം അങ്ങനെ തയ്യാറാക്കിയിട്ട് കുന്നുകൂട്ടിയിട്ടിട്ടിരുന്നു എന്നാണ് പറഞ്ഞത്. കൂനകൾ അല്ലേ, ചെറിയ കുന്നായിട്ട് ഇങ്ങനെ കൂട്ടിയിടുക. എവിടെയെങ്കിലും വൃത്തിയില്ലാണ്ടെന്നല്ല കേട്ടോ, അടിയിലൊക്കെ നല്ല ഇലയോ എന്താ വെച്ചാൽ അതൊക്കെ വേണ്ടവണ്ണം വിസ്തരിച്ച് ഭംഗിയാക്കി വൃത്തിക്ക് കോട്ടം തട്ടാതെയാണ് കൂട്ടിയിട്ടിരിക്കണം അല്ലേ. കൂട്ടിയിടുക എന്നൊക്കെ കേട്ടാൽ നമുക്ക് തോന്നും അയ്യേ ഇങ്ങനെ ചോറ് കൂട്ടിയിടുക, അങ്ങനെയൊന്നുമല്ല. അതൊക്കെ വൃത്തികേട് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് അന്നക്കൂനകൾ എങ്ങും കാണാമായിരുന്നു എന്നാണ്. അത് അടുത്തടുത്ത കഴിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അന്നക്കൂനകൾ. നാനാദേശങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ സദാസമയം ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരാളല്ല കേട്ടോ, ഒരാൾ സദാസമയം ഉണ്ടില്ലല്ലോ. ഒരാൾ ഊണ് കഴിക്കാൻ പോവുക, വേറൊരാൾ വരിക, അവർ ഊണ് കഴിക്കാൻ പോവുക, വേറൊരാൾ വരിക. ഇങ്ങനെയാണ് സദാസമയം എന്നുള്ളത് നമ്മൾ എടുക്കേണ്ടത്. എന്തായാലും ഊണിനൊരു ബ്രേക്ക് ഉണ്ടായിരുന്നില്ല, സമയമൊന്നുമില്ല എന്നാണ്. ഇത്ര മുതൽ ഇത്ര വരെയൊന്നുമില്ല, എപ്പോൾ വന്നാലും ആഹാരം കൊടുത്തോളണം. അവിടുത്തെ നിയമം അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് സമയമൊന്നും നോക്കണ്ട, പോവുക, യജ്ഞശാലയിൽ പോയി ഇരിക്കുക, ഇഷ്ടം പോലെ കഴിക്കുക. എപ്പോൾ വേണമെങ്കിലും സദാ ഭക്ഷണം കഴിക്കൽ നടന്നുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. രുചികരമായിട്ട് വേണ്ട വിധം തയ്യാറാക്കപ്പെട്ട അതൊക്കെ കഴിച്ച് പോകുമ്പോൾ, സാധാരണ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് പോകുമ്പോൾ നമ്മളെന്താ ചെയ്യാറ്? അതിലത്തെ കുറ്റങ്ങളൊക്കെ പറയില്ലേ, സാമ്പാറിൽ ഉപ്പ് പോരാ, പായസത്തിൽ മധുരം പോരാ. ഇവിടെ അങ്ങനെയൊന്നുമല്ല. കാരണം അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് പറയണം? അത്ര നമ്മൾ ഈ ഭക്ഷണം ഇവിടുന്ന് മറ്റൊരുത്തിന്ന് കഴിച്ച് വരുമ്പോൾ അന്നദാത സുഖീ ഭവ എന്ന് പറയണം. അന്നം തന്നാൾ സുഖമായിട്ടിരിക്കട്ടെ. എന്താ കാരണം? ഏറ്റവും വലിയ ദാനമാണ് അന്നദാനം എന്നാണ് പറയുക. കാരണം ഒരാൾ മതി എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം ഭക്ഷണമുള്ളൂ അല്ലേ. കുറേ വിളമ്പിയോ മതി കിട്ടോ, മതി എന്ന് പറയും. വേറെ എന്തെങ്കിലും മതി എന്ന് പറയുമോ? പൈസയാണെന്ന് വെച്ചാൽ ലേശം കൂടി അയാൾക്ക് തരാമായിരുന്നില്ലേ, ആയാലും 98ആയി, രണ്ടും കൂടി തന്നൂടെ, ഇങ്ങനെയുള്ള ചിന്തയൊക്കെ ഉണ്ടാവും. പക്ഷേ അന്നത്തിന് അതില്ല, മതി എന്ന് പറയാം. അതുകൊണ്ടാണത് അന്നദാത സുഖീ ഭവ. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ച ആൾക്കാർ എന്ത് ചെയ്യണം? അന്നദാതാവ് സുഖമായിട്ടിരിക്കട്ടെ, അന്നം തന്ന ആൾക്ക് യാതൊരു ആമയങ്ങൾ കൂടാതെ സുഖമായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ശരധനെയും ഭക്ഷണം കൊടുത്തവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. അറിവില്ലാത്തവരോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അവിടെ ഇല്ല. എല്ലാവരും പണ്ഡിതന്മാർ, 4 അക്ഷരമെങ്കിലും അറിയാത്ത ഒരൊറ്റ അറിവില്ലാത്ത അജ്ഞന്മാരും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ യജ്ഞത്തിനുള്ള വേറൊരു സംഗതിയാണ് യൂപം എന്ന് പറയും. യൂപം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ബന്ധിക്കാനുള്ള കുറ്റി. ഒരു കുറ്റി അടിച്ചിട്ടാണ് ഈ കുതിര മുതലായിട്ട് മൃഗങ്ങളെയൊക്കെ കെട്ടുക. അപ്പോൾ ആ യൂപം കൂവളം കൊണ്ടുള്ളതാണ് ഉണ്ടാക്കുക സാധാരണ. അത് 6 എണ്ണം ഉണ്ട് അത്രേ കൂവളം കൊണ്ട്. കരിങ്ങാലിയെ കൊണ്ട്, പ്ലാഷിനെ കൊണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള രൂപങ്ങളും ഉണ്ട് എന്നാണ്. ഒന്ന് കൂവളം കൊണ്ട് 6 എണ്ണം, ബാക്കി കരിങ്ങാലിയെ കൊണ്ട്, പ്ലാഷ്, ഇതൊക്കെ അതന്നെ വേണമെന്ന് പണ്ടത്തെ കാലത്ത് നിർബന്ധമാണ്. ഇതൊക്കെ സ്വർണം കൊണ്ട് അലങ്കരിച്ചിരുന്നു എന്ന് എന്താ കഥ. ഓരോ രൂപം വെറുതെ കുഴിച്ചിടലൊക്കെ സ്വർണം കൊണ്ട് അലുക്കുകളും തൂക്കുകളും ഒക്കെ ആയിട്ട് അലങ്കരിച്ചിരുന്നു. 21 കോല് നീളം ആ രൂപങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനത്തെ 21 രൂപങ്ങളുണ്ടായിരുന്നു. വലിയ നികയമായിട്ടൊക്കെയാണ് അശ്വമേധം നടത്തുന്നത്. അശ്വമേധം കഴിഞ്ഞിട്ട് വേണം പുത്രകാമേഷ്ടി നടത്താനായിക്കൊണ്ട്. അങ്ങനെ 8 കോണുകളോടുകൂടി നല്ല അലക്കിയ വസ്ത്രങ്ങൾ, കോടി വസ്ത്രങ്ങളെ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ധാരാളം ഇഷ്ടികകളുണ്ടായിരുന്നു എന്നാണ്. യജ്ഞത്തിനാണ് ഈ ഇഷ്ടി എന്ന് പറഞ്ഞാൽ തന്നെ യജ്ഞം എന്നർത്ഥമുണ്ട്. അതുകൊണ്ടാണ് തന്നെ ഇഷ്ടിക എന്ന് പേര് വന്നത്. അത് നമുക്കറിയില്ലയോ. ഇഷ്ടിക 4 ഇഷ്ടിക കൊണ്ടുവരും, 100 ഇഷ്ടിക കൊണ്ടുവരും എന്ന് പറയുക. എന്താ അങ്ങനെ പേര് വരാൻ കാരണം? ഇഷ്ടി എന്ന് പറഞ്ഞാൽ ചെറിയ പുത്രകാമേഷ്ടി. യാഗം എന്ന് പറഞ്ഞാൽ വലുതാണ് കേട്ടോ. അതിൻ്റെ ഒരു വീട്ടിൽ ഒരാൾക്ക് ഗുണത്തിന് വേണ്ടി ചെയ്യണതിന് ഇഷ്ടി എന്ന് പറയാം. ചെറിയ കർമ്മം. ഒരുപാട് വലുതാവുമ്പോൾ യാഗമായി, അതിലും ചെറുതാവുമ്പോൾ ഇഷ്ടി. ആ ഇഷ്ടിയിൽ നിന്നാണ് ഇഷ്ടികയ്ക്ക് ഇഷ്ടിക എന്നുള്ള പേര് വന്നതെന്നാണ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടാണ്ട്. ഈ വാൽമീകി രാമായണം അതാണ് ഞാൻ കുറേ ആലോചിച്ചു. ആ ഗതി ഈ ഗതി ഒന്ന് തന്നെയല്ലേ, എന്താ അപ്പം ഇതിന് വേണ്ട? അങ്ങനെയല്ല. പിന്നെ നോക്കുമ്പോൾ അത് തോന്നി
പല വിവരങ്ങളും പുതുതായിട്ട് നമുക്ക് കിട്ടാണ്ട് അല്ലേ. മറ്റേ രാമായണത്തിലെ ഋഷ്യശൃംഖൻ്റെ വരവ്, അതുപോലെ തന്നെ ആ കൊണ്ടുവന്ന വിധം എങ്ങനെയാണെന്നുള്ള ചോദ്യമൊന്നും അതിലില്ല. അതേപോലെ ഈ ഇഷ്ടി എന്ന് പറഞ്ഞാൽ ഇഷ്ടി എന്നുള്ളതെന്നാണ് ഇഷ്ടിക ഉണ്ടായത് അതിൽ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ അതാണ്, അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ നമുക്ക് പുതിയതായിട്ട് കാണാം. അങ്ങനെ 18 കുണ്ടങ്ങൾ അല്ലേ, എത്ര കുണ്ടങ്ങളാണ് ഉത്തരകാമേട്ടിക്ക് ഉണ്ടായിരുന്നതെന്നൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. 18 കുണ്ടങ്ങൾ സ്വർണ്ണച്ചിറകുകളുള്ള ഗരുഡനെ പോലെ കാണപ്പെട്ടു. ആ സ്വർണ്ണച്ചിറകുള്ള ഗരുഡൻ അഗ്നിയുടെ പ്രകാശം കൊണ്ടങ്ങനെ മിന്നി തിളങ്ങുക. യാഗാഗ്നിക്ക് പൊതുവേ തേജസ് കൂടും. നമ്മൾ അടുപ്പിൽ കത്തിക്കുകയോ ചപ്പ് ചവറ് കൂട്ടി കത്തിക്കുകയോ ചെയ്താൽ ആ അഗ്നിക്ക് തേജസ്സൊന്നുമില്ല. അവിടെ ആരെങ്കിലും തൊഴുകലുണ്ടോ? ചപ്പ് ചവറ് കത്തുമ്പോൾ എന്തിനാണ് ഗണപതി ഹോമത്തിൽ അഗ്നി കത്തുമ്പോൾ തൊഴുതോളം ഇട്ടുക? നല്ല നേരെ കത്തുണ്ട്, അത് തേജസ് ഉണ്ട്. ഭഗവാന്റെ പ്രസാദമാണ് അത്രയും അഗ്നി നേരെ കത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭഗവാൻ പ്രസാദിച്ചിരിക്കണു. അപ്പം അതുകൊണ്ടാണ് സ്വർണ്ണച്ചിറകുകളുള്ള ഗരുഡനെ പോലെ ആ കുണ്ടങ്ങളിൽ നിന്ന് അഗ്നി ഇങ്ങനെ ജ്വലിക്കാൻ തുടങ്ങി. എവിടെയും കരി പിടിക്കുകയോ പുക പിടിക്കുകയോ കത്താതിരിക്കുകയോ അങ്ങനെ യാതൊരു തകരാറും കാണാനില്ല. പിന്നെ യാഗത്തിന് വേണ്ട സംഗതികൾ എന്തൊക്കെയാണ്? ജലജന്തുക്കൾ, അതെന്തൊക്കെയാ വെച്ചാൽ മത്സ്യം, ആമ, ഇങ്ങനെയുള്ള ജലജന്തുക്കളെ ഒക്കെ കൊണ്ടുവന്നിട്ട് ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ട് അത്രേ യാഗത്തിൽ. വിശദാംശങ്ങൾ നമുക്കറിയില്ല, പക്ഷേ അതൊക്കെ ഉണ്ട് എന്നാണ്, അതൊക്കെ ഇവിടെ എത്തിയിരിക്കണം. അതുകൊണ്ടാണ് ഈ യാഗത്തിൽ കുറേ ഹിംസകളുണ്ട് എന്നൊക്കെ ചിലർ പറയണത്. ഏതായാലും ജലജന്തുക്കൾ, അതേപോലെ തന്നെ കുതിര, ഈ മുതലായിട്ടുള്ളവരെയൊക്കെ കൊടുന്ന് അവിടെ വെച്ചു. 300ഓളം മൃഗങ്ങൾ വേണം ഈ അശ്വമേധയാഗത്തിലെന്ന്. കുതിര മാത്രം പോരാ, പേര് അശ്വമേധം എന്നാണെങ്കിലും 300ഓളം മൃഗങ്ങൾ അവിടെ ഉണ്ട്. ദശരഥൻ്റെ ഉത്തമമായിരിക്കുന്ന അശ്വത്തെയാണ് വെട്ടി ഹോമം നടത്തുക. അതാണ് ഇതിലൊക്കെ കുറച്ച് ഹിംസ വരുന്നുണ്ട്. അതിനെയാണ് യാഗം അത്ര ഉത്തമമല്ല എന്ന് ചിലർ പറയണം. ഉത്തമമായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് പറയാൻ കാരണം മൃഗങ്ങളെ ഹിംസിക്കണം. അപ്പോൾ അവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ദശരഥൻ ഉത്തമ ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള നല്ലൊരു കുതിരയെ അവിടെ കൊടുന്ന് കെട്ടിയിട്ടു എന്ന് പറയാണ്. ആരാണ് ഈ കുതിരയെ കൊല്ലേണ്ടത്? തൻ്റെ പത്നിയായിരിക്കുന്ന കൗസല്യയ്ക്കാണ് അത്രേ ആ ഒരു ഡ്യൂട്ടി, ആ ഒരു ധർമ്മം. കൗസല്യ നല്ല മൂർച്ചയുള്ള ഒരു വാളുകൊണ്ട് ഈ ഉത്തമാശ്വത്തെ വെട്ടി ഹോമം, ഈ യാഗത്തിന് വേണ്ടിയിട്ട് ആ കുതിരയെ വെട്ടി എന്ന് പറയാണ്. വെട്ടിയിട്ട് അതിനെ വധിച്ചു. അതൊക്കെ അതിൻ്റെ ഓരോ ചടങ്ങാണ്. അന്ന് രാത്രി ആ കുതിരയോട് കൂടിയിട്ട് അവിടെ ഉറങ്ങാതെ വസിക്കണം. ഇതാണ് യജ്ഞത്തിൻ്റെ ചില നിയമങ്ങളൊക്കെ. യജ്ഞത്തിലുള്ള 3 ആളുകളാണ് ഹോതാവ്, ഉദ്ഗാതാവ്, അധര്യു എന്ന് പറയും. ഇതൊക്കെ ഓരോരോ കർമ്മങ്ങൾ ചെയ്യണവർക്ക് കൊടുക്കുന്ന പേരാണ്. ഹോതാവ്, ഹോമിക്കുന്ന ആൾ ഒക്കെയാണ് ഹോതാവ് എന്ന് പറയുക. ഉദ്ഗാതാവ് ഇതൊക്കെ മന്ത്രമൊക്കെ ചെല്ലണ ആൾ. പിന്നെ അധര്യു ആചാര്യനും. അങ്ങനെ ഹോതാവ്, ഉദ്ഗാതാവ്, അധര്യു ഇവരൊക്കെ യഥാസ്ഥാനത്ത് ഇരുന്നു. പത്നിമാരോട് കൂടിയിട്ട് പരിവാരങ്ങളോടും കൂടിയിട്ട് എല്ലാവരും അവിടെ ഇരുന്നു. അതേപോലെ തന്നെ അശ്വവുമായിട്ട് സംയോജിപ്പിച്ചിട്ട് കുതിരയുടെ വപ വലിച്ചെടുക്കുക എന്നൊരു കർമ്മമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ വപ കുതിരയുടെ. അതുകൊണ്ട് വലിച്ചെടുത്തു. ആചാര്യനായിരിക്കുന്ന ഋത്തിക്കെന്നും കൂടി പറയുന്ന ആചാര്യൻ ധൂമഗന്ധത്തെ ഘ്രാണിക്കുക എന്നൊരു ചടങ്ങുണ്ട്. ആ ധൂമഗന്ധം അതിൽ പുകച്ച് അത് പാകം ചെയ്യണമുണ്ട്. പാകം ചെയ്യുക, ഈ വപ വലിച്ചെടുത്തിട്ട് തിളപ്പിച്ച് വേവിക്കുക. യജ്ഞത്തിലത്തെ ഓരോ കർമ്മങ്ങളെ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഗന്ധം ആഘ്രാണിക്കണം യജമാനൻ എന്നാണ്. ഓരോ ചടങ്ങാണത്. ആ ധൂമം നല്ലപോലെ ഒന്ന് ആഘ്രാണിക്കുക. അത് ചെയ്തു. പാകം ചെയ്ത ധൂമഗന്ധത്തെ ഘ്രാണിച്ചു, അതിങ്ങനെ മണത്തു എന്ന് പറയുകയാണ്. അങ്ങനെ ബ്രാഹ്മണരായിരിക്കുന്ന 16 ഋത്തിക്കുകൾ ഒരുമിച്ച് ചേർന്ന് മന്ത്രം ചൊല്ലിയിട്ടാണ് ഹോമം നടത്തുന്നത്. 16 ആചാര്യന്മാരുടെ. ഋഷ്യശൃംഖൻ വൺ ഓഫ് ദിയാണ്. ശശിങ്കൻ മാത്രമല്ല അവിടെ ഉള്ളൂ, 16 ഋത്തിക്കുകളുണ്ട്. അവർ ചേർന്നിട്ടാണ്, ശശിങ്കൻ മെയിനായിട്ടുള്ള ആചാര്യൻ, ബാക്കിയുള്ള ആൾക്കാർ 16 ഋത്തിക്കുകൾ. ഇവർ ചേർന്ന് മന്ത്രം ചൊല്ലി അഗ്നിയിൽ അങ്ങോട്ട് ഹോമിക്കുകയാണ്. ആറ്റുവഞ്ഞിയുടെ കൊമ്പ് എടുത്തിട്ടാണ് ഒരുക്കിയിട്ട് കൊമ്പ് കൊണ്ടാണ് ഈ അവിസൊക്കെ എടുക്കുക. കൊമ്പ് കൊണ്ട് ഇങ്ങനെ അവിസ് എടുക്കാൻ സ്പൂണ് പോലെ തയ്യാറാക്കിയിട്ടുള്ളതാണ് ആറ്റുവഞ്ഞി. ബാക്കി യാഗങ്ങൾക്കൊക്കെ വേറെ സ്വതവേ അത്തിക്കൊമ്പാണ് അത്ര എടുക്കുക. ഇതിനെടുത്ത് അത്രേ ആറ്റുവഞ്ഞി. അത് കുറച്ചും കൂടി ശ്രേഷ്ഠമാണ്. അപ്പം അതുകൊണ്ടാണ് ഹോമം ഇങ്ങനെ എടുത്ത് മുക്കി അഗ്നിയിലേക്ക് ഇങ്ങനെ കുടയണത് എന്നർത്ഥം. ആറ്റുവഞ്ഞി ഏതൊക്കെയാണ് ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കിയിരുന്നത്? കൽപ്പസൂത്രം, ബ്രാഹ്മണങ്ങൾ മുതലായ ഗ്രന്ഥങ്ങൾ. ബ്രാഹ്മണങ്ങൾ ഉപനിഷത്തിൻ്റെ ഒരു വ്യാഖ്യാനം എന്നാണ് പറയുക. അപ്പോൾ അവയെയും കൽപ്പസൂത്രത്തെയും ഗ്രന്ഥങ്ങളെ പ്രാമാണികമാക്കിയിട്ടാണ് 3 ദിവസമാണ് അശ്വമേധം നടത്തേണ്ടത്. 3 ദിവസം നടത്തണം. അതിൽ ആദ്യത്തെ ദിവസം ചതുഷ്ടോമം എന്ന കർമ്മത്തെ നടത്തുന്നു. രണ്ടാമത്തെ ദിവസം ഉക്ത്യം
എന്നുള്ള കർമ്മത്തെ നടത്തുന്നു. 3-ാമത്തെ ദിവസം അതിരാത്രം എന്നുള്ള കർമ്മത്തെ നടത്തണം. ഇങ്ങനെ 3 ദിവസങ്ങളിലായിട്ടാണ് അശ്വമേധം നടത്തുന്നത്. 1-ാമത്തെ ദിവസം ജ്യോതിഷ്ഠോമം, 2-ാമത്തെ ദിവസം ആയുഷ് ടോമം, 3-ാമത്തെ ദിവസം അതിരാത്രം. ഇങ്ങനെ 3 ദിവസങ്ങളിലായിട്ട് ആണ് അശ്വമേധയാഗം നടത്തേണ്ടത്. അങ്ങനെ അശ്വമേധത്തിൻ്റെ കുറേ ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ദശരഥൻ ഈ യാഗം ചെയ്യണ കർമ്മം ചെയ്യണവർക്കൊക്കെ ഭൂമി ധാരാളം ദാനം ചെയ്തു. ദശരഥൻ്റെ അധീനതയിൽ ഇഷ്ടം പോലെ ഭൂമിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഭൂമി ഇത്രയും കിട്ടിയിട്ട് ഇപ്പം ഞങ്ങൾക്ക് എന്താ കാര്യം, ഇത് ഞങ്ങൾക്ക് മുഴുവൻ പരിപാലിക്കാനും കഴിക്കില്ല, ഒരു ഭാരമാവും എന്നല്ലാണ്ട് ഞങ്ങൾക്ക് അതിന് പകരം വല്ല സ്വർണ്ണമോ രത്നമോ കിട്ടിയാൽ എന്തിനെങ്കിലും ഭാവിയിലേക്ക് ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ട് ദയവായിട്ട് ഭൂമി ഇത്ര വേണമെന്നില്ല, ഇത്രയാ ഭൂമിയിൽ നിന്ന് കണക്കില്ല, അത്ര ഭൂമിയാണ് കൊടുത്തിരിക്കണേ, അതിനെ കണക്കാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്വർണ്ണമോ രത്നങ്ങളോ തന്നാൽ ഉപകാരമാണെന്ന് പറയേണ്ട താമസമേ ഉള്ളൂ. 10 ലക്ഷം പശുക്കളെ കൊടുത്തു, പിന്നെ എന്താണ് 100 കോടി സ്വർണം കൊടുത്തു, എത്രയോ കോടി വെള്ളി കൊടുത്തു, അല്ലേ? കോടി സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ വർഷിക്കുക തന്നെയാണ്, മഴ പോലെ. അതെല്ലാം കൊടുത്തു. ഭൂമി വേണ്ട വെച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം. അപ്പോൾ ആ രത്നങ്ങൾ, സ്വർണ്ണങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, പശുക്കൾ, ഇങ്ങനെയുള്ള സംഗതികൾ ധാരാളമായിട്ട് ദശരഥൻ മഹാരാജാവ് പിശുക്ക് കൂടാതെ കർമ്മം ചെയ്തതായിട്ടുള്ള ആചാര്യന്മാർക്ക് അങ്ങനെ കൊടുക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോഴോ ദശരഥ മഹാരാജാവ് ഈ കർമ്മം ചെയ്യണ ആചാര്യന്മാരുടെ കാൽക്കൽ വീണിട്ട് അങ്ങോട്ട് നമസ്കരിച്ചു. അല്ലേ? യാഗം ചെയ്യണ ആചാര്യന്മാരെ, യജ്ഞാചാര്യനെ വേണ്ട പോലെ ബഹുമാനിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെയൊക്കെ ധർമ്മേ. ആ കർമ്മം ചെയ്യണവരുടെ കാക്കൽ വീണ് നമസ്കരിച്ച് ഞങ്ങൾ പറയുകയും ചെയ്തു, വംശം നിലനിൽക്കാനായിക്കൊണ്ട് അല്ലയോ ആചാര്യന്മാരെ മക്കളുണ്ടാവണം, അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ ദാ ആ അശ്വമേധം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടം എന്താണ്? പുത്രകാമേഷ്ടിയാണ്. ആ പുത്രകാമേഷ്ടി നടത്തിയിട്ട് എൻ്റെ വംശം നശിക്കാതെ നിലനിർത്തി തരാൻ വേണ്ടത് ചെയ്യണമേ എന്ന് വിനീതമായിട്ട് വളരെ വിനയത്തോടു കൂടി പ്രാർത്ഥിക്കണ പോലെ അപേക്ഷിക്കുകയാണ് ദശരഥൻ. ഇവിടെ ആവശ്യം എന്താ? സൽപുത്രന്മാരുണ്ടാവണം, തൻ്റെ വംശം നിലനിൽക്കണം എന്ന് പറയുകയാണ്. അതോടുകൂടിയിട്ടാണ് രാവണൻ്റെ അതിദ്രോഹം ലോകത്തിൽ അങ്ങനെ കൂടി. ഒരു നിവൃത്തിയില്ലാണ്ട് ദേവന്മാർ, മഹർഷിമാർ, സജ്ജനങ്ങൾ, സ്ത്രീകളടക്കം കഷ്ടപ്പെട്ടു. എല്ലാവരും ബ്രഹ്മാവിനോട് പോയിട്ട് സങ്കടം പറഞ്ഞു. ബ്രഹ്മാവ് വിഷ്ണുവിനെ കാണുന്നു, ഞാൻ തന്നെ മനുഷ്യനായിട്ട് അവതരിക്കാം, കാരണം വേറെ വഴിയൊന്നുമില്ലല്ലോ. അങ്ങനെ രാമാവതാര നിശ്ചയം, അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ മുതലായിട്ടുള്ളതാണ് ഇനി പുത്രനെ കിട്ടണം എന്ന യജ്ഞം അശ്വമേധം നടത്തി. തുടർന്ന് ഇനി പുത്രകാമേഷ്ടി, അതിനെ തുടർന്ന് രാമാവതാരത്തിലേക്കുള്ള കാൽവെപ്പ്, അതിലേക്കുള്ളതായ സംഭവവികാസങ്ങളാണ് ഇനി വർണ്ണിക്കാൻ പോണത്. മറ്റൊരു ഭാഗത്ത് നമുക്കത് ചിന്തിക്കാം. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം തമുത്തതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതത്യ രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ.